കേരളത്തില് ഒരുപാട് നേതാക്കളും പണ്ഡിതന്മാരും കടന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് ഇത്രമേൽ ചർച്ച കേരളത്തിനകത്തും പുറത്തും നടന്നത്? യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിലെ പള്ളിക്കൽ എന്ന പ്രദേശത്ത് 1933 കാളി സി മുഹമ്മദ് മുസ്ലിയാരുടെയും ബീബാത്തുമ ഹജ്ജുമ എന്നിവരുടെയും മകനായിട്ടാണ് കാളി CM അബ്ദുള്ള മൗലവി ചെമ്പിരിക്ക് ഉസ്താദ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ആരായിരുന്നു ആ അതിഥി? ആ അതിഥി ഈ ലോകത്തോട് പറഞ്ഞു വെച്ചത് എന്താണ്? സെബിലെ ജനന വർഷം കൃത്യമാണ് 1933. എന്നാല് ഉസ്താദിന്റെ ജനന തീയതിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. 3/9/1933 എന്നാണ് ചില രേഖയിലാണെങ്കിൽ മറ്റു ചില പാസ്പോർട്ടിലൊക്കെ കാണപ്പെടുന്നുള്ളത് 1933 4/2 എന്നുള്ളതാണ്. അപ്പോ അവരൊരു വ്യത്യാസം, ഒരു സംശയം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ജീവിതത്തിൽ തന്നെ സംശയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു പിന്നീടുള്ള ജീവിതത്തിലും. അവസാനം വഫാത്തിന്റെ വേളയിൽ തന്നെ ഒരു നിഗൂഢത നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതും ഇന്നും ഒരു നിഗൂഢത ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു സംശയം ഇങ്ങനെയും ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഉസ്താദ് പോകുന്ന സന്ദർഭമുണ്ട്. അതായത് ഉസ്താദിന്റെ മാതാവിന്റെ നിർബന്ധത്തിലാണെന്നാണ് ഉസ്താദ് ആദ്യമായിട്ടെന്നാണ് പ്രൈമറി സ്കൂളിൽ കടന്നു ചെല്ലുന്നത്. യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ മാതാവിന്റെ നാടായിട്ടുള്ള പള്ളിക്കൽ അവിടെ നിന്ന് എന്താണ് ഉസ്താദ് ഉറവങ്കര ദേവസ്വം നടത്തുന്ന കിഴിയൂർ പ്രദേശമുണ്ട്. അവിടെ ഒരു പ്രൈമറി സ്കൂളിലാണ് ആദ്യ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പോകുന്നത്. ആദ്യ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് എന്താണ് ഉസ്താദ് അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ഉസ്താദ് അവിടെ ചെന്നു. 3ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പെട്ടെന്ന് ഒരു ഉസ്താദിന് എന്താണ് ഒരു മാറ്റം ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് എന്താണ് ചേഞ്ച് വേണം. അങ്ങനെ 3ാം ക്ലാസ് വരെ ഉസ്താദിനെ പെട്ടെന്നൊരു സ്കൂളിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണം. സ്വാഭാവികമാണ്. അവിടുത്തെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ പറയുന്നുണ്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ അടക്കം ഉസ്താദിനെ ഗുഡ് ബോയ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സൗമ്യമായിട്ടുള്ള സ്വഭാവം ഗുഡ് ബോയ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദ് സ്കൂൾ മാറുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട് 3 ഉസ്താദിന്റെ സ്വഭാവം കണ്ടിട്ട് എന്താണ് ഉസ്താദിനെ 5ാം ക്ലാസ്സിലേക്ക് ഇരുത്തുന്നുണ്ട്. അപ്പൊ തന്നെ ഉസ്താദിന്റെ മികവ് മനസ്സിലാക്കിയിട്ടാണ് 5ാം ക്ലാസ്സിലേക്ക് ഇരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്താദിന്റെ പഠനത്തിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഉസ്താദിന്റെ അമ്മാവനെ വല്ലാണ്ട് സ്വാധീനം ചെയ്തിട്ടുണ്ട്. അഥവാ PA മുഹമ്മദ് കുഞ്ഞി ഹാജി എന്ന് പറയുന്നത് ഉസ്താദിന്റെ കയ്യിൽ ബോളൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. കാസർഗോഡ് ജില്ലക്കാർ വളരെ തന്ത്രമൊന്നും ഇല്ലാത്തൊരു വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഉസ്താദിനെ ഇങ്ങനെ കളിയാക്കുന്നത് ഉസ്താദിന്റെ ആത്മവിശ്വാസം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കയറുന്ന ഉസ്താദിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം 1950 ഉസ്താദാണ് SLC പൂർത്തീകരിക്കേണ്ടത്. ഉസ്താദ് ഓത്തുപള്ളിയിലേക്ക് പോകുന്ന ആ ഒരു രംഗം വളരെ മനോഹരമായിട്ട് എന്നാണ് ഉസ്താദിന്റെ ആത്മഹത്യയിൽ ഇങ്ങനെ പറയുന്നത്. അഥവാ ചെമ്പരിക്കലുള്ള അടുത്തുണ്ടായിരുന്ന ഒരു ഓത്തുപള്ളിയിലാണ് എന്താണ് ഉസ്താദ് ധരിച്ചു വേണ്ടിട്ട് പോകുന്നത്. അന്നത്തെ കാലത്ത് ഓത്തുപള്ളിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പഠന രീതിയിൽ പെട്ടതായിരുന്നു നമ്മള് മരപ്പലക ഉണ്ടല്ലോ, മരപ്പലകയിൽ എന്താണ് ചുണ്ണാമ്പ് കലക്കി തേച്ച് ഉണക്കിയിട്ട് അതിൽ അറബി അക്ഷരം എഴുതുന്ന ഒരു രംഗം പറയുന്നുണ്ട്. മുള ഉണ്ടാവും, മുള ചെത്തിയിട്ട് അങ്ങനെ ആയിരുന്നു ആദ്യാക്ഷരം എന്താണ് ഉസ്താദ് ഓത്തുപള്ളിയിൽ എന്താണ് 10ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എന്താണ് പഠനം തുടങ്ങിയത്. അതിനുശേഷം ഉസ്താദ് ഓത്തുപള്ളിയിലെ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഉസ്താദ് അടുത്ത് കിടക്കുന്നത് എന്താണ് വെല്ലൂരിലെ ബാക്കിയത്തിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ അവിടെ ചെന്ന് ഉസ്താദ് അവിടുത്തെ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് 1962 MFB എന്ന് പറയുന്നത് അഥവാ മൗലവി ബാക്കവി ഫാദിൽ എന്ന് പറയുന്ന എന്താണ് ഒരു പഠനം എന്താണ് ഉസ്താദ് അവിടെ നിന്ന് ബിരുദം കരസ്ഥമാക്കിയിട്ട് എന്താണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ പഠനം കഴിഞ്ഞാല് പിന്നെ റെസ്റ്റ് ആയിരിക്കും, കുറച്ചൊരു ആശ്വാസം റെസ്റ്റ് എടുക്കാതെയായിരിക്കും. പക്ഷെ ഉസ്താദിന്റെ നേരെ വിപരീതമായിരുന്നു. 1900 നിങ്ങൾ പറഞ്ഞ പോലെ 1962 കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ 63 മാർച്ചിൽ തന്നെ പുതിയ അധ്യാപന രംഗത്ത് കടന്നു നിന്നിട്ടുണ്ട്. പിന്നീട് ഒരു നിരന്തരം അധ്യാപനമായിരുന്നു പള്ളി ദർസിലും അതുപോലെ മറ്റു സ്ഥാപനങ്ങളൊക്കെ ചേർന്ന്. അങ്ങനെ 1967 ഇങ്ങനെ അധ്യാപനം തന്നെയായിരുന്നു. പിന്നീടായിരുന്നു 1968 CM ഉസ്താദിന് പുതിയൊരു ആസ്വദിക്കുന്നുള്ളത് മതസമന്വയ വിദ്യാഭ്യാസത്തിലൂടെ സഹദിയെ പോലെയുള്ള ഒരു അറബിക് കോളേജ് തുടങ്ങാന്നുള്ളത്. കർമ്മരംഗമായിട്ട് CM ഉസ്താദ് കടന്നു ചെല്ലുന്നുള്ളത് തന്നെ 1968 ആ സമയത്ത് CM ഉസ്താദ് ഒരുപാട് വീടുകളിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട് സമ്പത്തിന് വേണ്ടി. അപ്പോ ഒരുപാട് പ്രമുഖന്മാർ നിരസിക്കുന്നുണ്ട്, ഒരുപാട് പ്രമുഖന്മാര് ഒപ്പം കൂടുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു കല്ലഡ്ര അബ്ദുൽ ഖാദർ ഹാജി എന്നുള്ളത്. അദ്ദേഹമായിരുന്നു പിന്നീട് CM ഉസ്താദിനെ ഒന്നിച്ചിങ്ങനെ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് ഇങ്ങനെ സഹായമായിട്ടുള്ളത്. പക്ഷേ ആദ്യഘട്ടത്തില് അദ്ദേഹത്തിന് സമ്പത്ത് കിട്ടുന്ന സമയത്ത് സാഹചര്യം വെക്കുന്നുണ്ടായിരുന്നില്ല. ഇനി സാഹചര്യം വെക്കുന്ന സമയത്താണെങ്കിലോ സമ്പത്തുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെയുള്ള അവസരത്തിലായിരുന്നു
കലക്ടർ ഖാദർ ഹാജി പറയുന്നുള്ളത് നമുക്ക് പുതിയൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് ഒരു പ്രയാസമുണ്ട്. അപ്പോ നിലവില് ഒരു സ്ഥാപനം ആലിയ കോളേജ് ഉണ്ട് അന്ന് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ആലിയ കോളേജ് വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് നിങ്ങളെ നിയമിക്കാം, നിങ്ങൾ അത് ഒന്നുകൂടി മനോഹരമാക്കാം, നല്ല രൂപത്തിൽ കൊണ്ടുപോകാന്നുള്ളത്. അങ്ങനെ അവിടെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് 1968 ചേരുന്നുണ്ട്. പിന്നീട് കുറച്ചു വർഷങ്ങൾ ചേർന്നു. പിന്നീട് ആലിയ കോളേജ് തന്നെ ഭരണഘടനയിലെ ചെറിയ പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് 1968 ഉസ്താദിനെ പുതിയൊരു ആസ്വദിച്ചു. സഹദി ഒരു അറബി കോളേജ് തുടങ്ങണം, സമന്വയ വിദ്യാഭ്യാസം ഇനി ലോകത്തേക്ക് വിളിച്ചു പറയണം എന്നുള്ള ഒരാശയം. പിന്നീടാണ് ഈ നമുക്ക് ഇന്ന് കാണുന്ന സഹദിയ പോലെയുള്ള വലിയൊരു അറബി കോളേജ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്നുള്ളത്. എന്തായിരുന്നു ആ സഹദിയുടെ പിറകിന്റെ പിന്നിലെ ചരിത്രം? അതെ, ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ 1968 ഉസ്താദ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പുതിയ സഹദിയ അല്ലെങ്കിൽ ഒരു അറബിക് കോളേജ് എങ്ങനെ സ്ഥാപിക്കാന്നുള്ളത്. അപ്പോ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് പഠനമെടുക്കത്ത് ആലിയ കോളേജിൽ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നുള്ളത്. അപ്പോ ഉസ്താദിനെ വളരെയധികം സഹായിച്ച വ്യക്തി ഉണ്ടല്ലോ, കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി. അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു അറബിക് കോളേജ് സ്ഥാപിക്കുന്നത്, അതിനുള്ള സാഹചര്യം ഒന്നും ഒക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവർ ചർച്ചയ്ക്ക് ഒരുങ്ങി. നമ്മുടെ CM ഉസ്താദും അതുപോലെ അബ്ദുൽ ഖാദർ ഹാജിയും അതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥർ പ്രമുഖന്മാരൊക്കെ ചേർന്ന്. ആ സമയത്ത് ഉസ്താദിന് മനസ്സിലിരുന്ന ഒരു ഉപായാണ് പിന്നീട് സാധ്യമായിട്ട് മാറിയത്. ഉസ്താദ് പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു 10 കുട്ടികൾ തന്നാൽ മതി, ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിച്ചോളാം. അവർക്ക് വേണ്ട ഭക്ഷണ ചെലവ്, ഒരു വർഷത്തേക്കുള്ള ഭക്ഷണ ചെലവ് നിങ്ങൾ കണ്ടെത്തിയാൽ മതി, അവരെ കൃത്യമായിട്ട് നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചോളാം. ഏറ്റെടുക്കും. അതായത് ഉസ്താദിന്റെ ഒരു ബുദ്ധിയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഉസ്താദ് അങ്ങനെ പറയുകയും ഉടനെ തന്നെ അബ്ദുൽ ഖാദർ ഹാജി ഇത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പൊ അബ്ദുൽ ഖാദർ ഹാജി പറഞ്ഞത് എന്ന് വെച്ചാല് എനിക്ക് ഒരു പഴകിയ വീടുണ്ട്, അവിടെ ആരും ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോ അവിടെ നിങ്ങൾ ഈ 10 കുട്ടികളെ വെച്ച് പഠിപ്പിച്ചോളി, ശമ്പളം വേണ്ടെന്ന് ഉസ്താദ് ഫസ്റ്റ് ആദ്യം പറഞ്ഞല്ലോ, ഫ്രീ ആണെന്ന്. പിന്നീട് അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ വെച്ചാണ് സാദിയ എന്നുള്ള പിറവി. ഉസ്താദ് പിന്നീട് സാദിയ എന്ന് പേര് നൽകി. പിന്നെ 1971 ഏപ്രിൽ 28 ഉദ്ഘാടന ചടങ്ങില് വലിയ പ്രമുഖന്മാർ ഉസ്താദുമാർക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീടാണ് ഈ സാദിയ എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഉസ്താദ് കടന്നു ചെല്ലുന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് തോന്നുന്നു 1973 ഉസ്താദ് എന്നാണ് വലിയ ഒക്ടോബർ 10 ഹജ്ജിന് പോണത്. അങ്ങനെ ഹജ്ജ് കർമ്മത്തിന് പോയി ഹജ്ജ് കർമ്മൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഉസ്താദ് ആഗ്രഹിക്കാത്തൊരു സംഭവമാണ് ഖാദിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഉസ്താദിലേക്ക് അത് കടന്നു വരുന്നുണ്ട്. അത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ഉസ്താദ് ദുആ ചെയ്തൊരു സന്ദർഭം പറയുന്നുണ്ട്. എന്റെ പിതാവ് ജീവിച്ചിരുന്ന് ഒരു കാലഘട്ടം ഉണ്ടാവും, പക്ഷെ പിതാവ് വഫാത്തായതിനു ശേഷമാണ് ഞാൻ ഈ ലോകത്തുണ്ടെങ്കിൽ എന്നെ നീ വിദേശത്താക്കണേ പഠിച്ചോന്ന് പറയുന്നത്. അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും സ്വാഭാവികമാണ് നാട്ടിലെ സാഹചര്യം, പള്ളിക്കലത്തെ പോലെ ചെമ്പിരിക്കലത്തെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് വളരെ സ്കൂളിൽ തന്നെ പ്രയാസങ്ങളും കലഹങ്ങളും കുട്ടിപ്പാട്ടുകളൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉണ്ടായ സമയത്ത് നാട്ടുകാർക്ക് വേറെ തീരുമാനമല്ല. കാരണം ഉപ്പാന്റെ ആ ഖാദിസ്ഥാൻ നാട്ടുകാർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ ഒരു മാതൃക തന്റെ മകനിലുണ്ടാകുന്ന പ്രതീക്ഷിച്ചു ഒരു 14 ജമാഅത്ത് കൂടിയിട്ട് എന്താണ് ഉസ്താദിനെ എന്താണ് അങ്ങനെ ഉസ്താദ് ആ ഖാദിസ്ഥാൻ ഏറ്റെടുക്കാൻ വേണ്ടിട്ട് എന്താണ് തിങ്കളാഴ്ച ദിവസം 1974 എന്താണ് ഉസ്താദ് വരുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് പള്ളിയിലേക്ക് എത്തി അവിടുന്ന് ഖാദിസ്ഥാനൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 1972 കൊട്ടിക്കുളം എന്ന് പറയുന്ന മറ്റൊരു ജമാഅത്തിന്റെ ഹനഫി പള്ളിയുടെ അവിടുത്തെ ഒരു ഖാദിയായിട്ട് ഉസ്താദ് ഏറ്റെടുക്കുന്നു. അത് കഴിഞ്ഞ് 1972 ഉസ്താദ് എന്താണ് പള്ളിസ്ഥാനം ഏറ്റെടുക്കുന്നത്. 2008 എന്താണ് മറ്റൊരു പള്ളി മംഗലാപുരം എന്ന് പറയുന്ന വലിയൊരു പ്രദേശത്തിന്റെ തന്നെ എന്താണ് ഖാദിസ്ഥാനം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ചേശ്വരം പറയുന്നത് നമ്മൾ ഈ അടുത്ത പ്രദേശമായിട്ടുള്ള അവിടുത്തെ ഖാദിസ്ഥാനങ്ങൾ, അങ്ങനെ നിരന്തരം ഓരോ ഖാദിസ്ഥാനങ്ങൾ എന്താണ് ഉസ്താദ് ഏറ്റെടുത്ത് കൂടി അങ്ങനെ മംഗലാപുരത്തിന്റെയും ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു സമുദായത്തിന്റെ വലിയൊരു സ്ഥലത്തേക്ക് എന്താണ് ഉസ്താദ് എത്തിപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ ഉണ്ടായി. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമാണ് വിദേശ യാത്രകൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ഖാദിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ഘട്ടമാണ്. അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട് എന്റെ പേഴ്സണൽ ആവശ്യത്തിൽ ഒരിക്കലും ഞാൻ എന്താണ് വിദേശയാത്ര നടത്തിയിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് UAE-ലും ഖത്തറിലും ബഹ്റൈനിലും അതുപോലെ തന്നെ മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ ഉസ്താദ് പോയിട്ടുണ്ട്. അതൊക്കെ ഉസ്താദ് പോയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ യാത്രകളും ഖാദിസ്ഥാനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉസ്താദ് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. കുടുംബത്തെ കുറിച്ച് പറയുന്ന സമയത്ത് 4 പെൺമക്കളും 3 ആണുകൾ മക്കളാണ് ഉസ്താദ്. പക്ഷെ അവരുടെ കാര്യത്തിൽ ഒരു കുറവ് വരുത്തില്ല. വിദ്യാഭ്യാസ കാര്യങ്ങള് അതുപോലെ തന്നെ അവരുടെ വിവാഹം ഇതിലൊക്കെ ഉസ്താദ് തന്നെ കൃത്യമായിട്ട് ഉസ്താദ് ഇടപെട്ടു ആ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ് വലിയ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്നിപ്പോ നമുക്ക് ചെറിയൊരു കാര്യം തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വയ്യ. പക്ഷെ ഉസ്താദ് പറയുന്നുണ്ട് ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും തന്നെ ഒരിക്കലും തളർന്നൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഉസ്താദിന്
ഉസ്താദിന്റെ ഉമ്മയും കൂടിയിട്ടാണ് ഹജ്ജിന് പോകുന്ന സന്ദർഭം ഉണ്ടല്ലോ. ആ ഒരു സന്ദർഭത്തിലാണ് ഉസ്താദിന്റെ ഇപ്പൊ വഫാത്താവുന്നത്. അങ്ങനെ വഫാത്തായി ഉസ്താദിന്റെ ഉപ്പാനെ കബറടക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നുണ്ട്. ആ കബറടക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് ഉസ്താദിന്റെ ഉപ്പാനെ അവർ കബറടക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം. അങ്ങനെ അത് ചെമ്പിരിക്കൽ മക്കാമിന്റെ അടുത്തേക്ക് എന്താണ് ഉസ്താദിന്റെ ഉപ്പാനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഉസ്താദിന്റെ ഉപ്പയും അതുപോലെ തന്നെ ഉസ്താദിന്റെ ഉപ്പാടെ ഉപ്പയും അവരുടെ ഉപ്പൊക്കെ അവളെ മറവിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ രണ്ട് വ്യക്തികളുടെയും കബറ് തുറന്നു നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് മറവാടിയത് അതുപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മക്കാമിന്റെ വടക്ക് കിഴക്കായിട്ടാണ് എന്താണ് ഉസ്താദിന്റെ ഉപ്പാനെ മറവ് ചെയ്തത്. ഈ ഒരു സന്ദർഭത്തിൽ ഉസ്താദ് തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് ഉസ്താദ് പറയുന്നുണ്ട്, ഇതിനോടടുത്ത് ചേർന്ന് തന്നെ മറ്റൊരു കബർ കൂടി എന്താണ് വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് മറ്റൊരു കബർ കൂടി എന്താണ് വരുന്നുണ്ട്. അപ്പൊ ഉസ്താദിന്റെ മരണത്തെ അല്ലെങ്കിൽ ആ വഫാത്തിന്റെ ഒരുപാട് മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്ന പ്ലേസ് വരെ ഉസ്താദ് എന്താണ് കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് സാമാന്യ വിദ്യാഭ്യാസത്തില് പ്രധാന ലക്ഷ്യമായിട്ട് കണ്ടിരുന്നു. ഇന്നത്തെ കാലത്ത് സാമാന്യ വിദ്യാഭ്യാസത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യം ചുക്കാൻ പിടിച്ചത് ഉസ്താദായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്നുള്ളതാണ് സഹദിയ തുടങ്ങിയത്. നേരത്തെ പറഞ്ഞല്ലോ, സഹദിയന്റെ ഭാഗങ്ങളൊക്കെ തന്നെ സാമാന്യ വിദ്യാഭ്യാസമായിരുന്നു. ഉസ്താദ് അതിൽ കാര്യമായ ഒരു സിലബസ് കൊണ്ടുവരുന്നുണ്ട്. സാമാന്യ വിദ്യാഭ്യാസം, മതവും ബൗദ്ധവും ഒരുപോലെ പഠിക്കണം എന്നുള്ള വിദ്യാഭ്യാസം ഒരു സിലബസ്. പക്ഷേ പിന്നീട് ഉസ്താദ് ഒരു വിദേശ യാത്ര പോകുന്ന സമയത്താണ് ഈ സിലബസ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് അന്നുണ്ടായിരുന്ന ഒരു സമസ്ത കമ്മിറ്റി അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് ഉസ്താദ് 1990 തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് സിലബസ് ഒക്കെ മാറ്റി സമസ്തയിൽ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ചില ആൾക്കാർ ഈ ഒരു സാധ്യത തട്ടിപ്പറിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് ഉസ്താദിന്റെ താല്പര്യപ്രകാരം തന്നെ മറ്റൊരു വലിയ സ്ഥാപനം കണ്ടിട്ടില്ലായിരുന്നില്ല. 1990 ഉസ്താദ് തവക്കുൽ അള്ളാഹുവിനുൽ തവക്കുലാക്കി നഷ്ടപ്പെട്ടെങ്കിലും ഉസ്താദ് ഇനി പിടിച്ചെടുക്കാന്നുള്ള ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ സമസ്തയോടുള്ള ഹുബ് കൊണ്ട് തന്നെ 1990 പടിയിറങ്ങുന്നുണ്ട്. അങ്ങനെ ഉസ്താദിന്റെ ലക്ഷ്യമായിരുന്ന സഹദിയ ഉസ്താദിന്റെ കയ്യിൽ വിട്ടുപോയി. ഉസ്താദ് തുടങ്ങുന്നത് 1993 MAC എന്നുള്ള വലിയൊരു വിപ്ലവമാണ്. അത് ഉസ്താദിന്റെ മറ്റൊരു വലിയ ലക്ഷ്യമായിട്ടാണ്. അത് തുടങ്ങുന്നത് തന്നെ ഉസ്താദ് പറയുന്നുണ്ട്, ഒരു ദിവസം രാവിലെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പച്ച അംബാസഡർ കാറിൽ ഒരാൾ വരുന്നുണ്ട്. അപ്പോ ഉസ്താദിന് ആദ്യം ആരാണ് മനസ്സിലായില്ല. പിന്നീട് കുറച്ച് അടുത്തെത്തിയപ്പോഴാണ് MM മൂസ ഹാജി എന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം ചട്ടഞ്ചാലിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഒറ്റയടിക്ക് പറയുകയാണ്, എന്റെ കയ്യിൽ 10 ഏക്കർ സ്ഥലമുണ്ട് ചട്ടഞ്ചാലില്, അത് നിങ്ങളെടുത്ത് നിങ്ങൾ വലിയ സ്ഥാപനം ഉണ്ടാക്കിക്കോളി, നിങ്ങൾ എന്താണ് ചെയ്തോളി. ആ ഒരു ടോക്കാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിമിഷത്തിൽ ഉസ്താദും ഉസ്താദിന്റെ കൂട്ടാളികളൊക്കെ ചിന്തിച്ച് തുടങ്ങി. അറിയുക ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം. അവർ ആലോചിക്കുന്നുണ്ട്. പുസ്തകം ഒറ്റയ്ക്ക് തീരുമാനത്തിലില്ല. അങ്ങനെ അവിടെ വെച്ച് തുടങ്ങിയതാണ് MIC എന്നുള്ള മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്. അവിടെ വലിയൊരു വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഓരോ വർഷം കഴിയുമ്പോൾ തുടക്കം എന്നോളം അവിടെ ഒരു മത വിദ്യാഭ്യാസം തുടങ്ങി. പിന്നെ ഭൗതിക വിദ്യാഭ്യാസങ്ങള്, പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജുകള്, പിന്നെ ഇർഷാദി പ്രൈമറി സ്കൂളുകള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകള്, പിന്നെ എങ്ങനെ മത രംഗത്തും ഭൗതിക രംഗത്തും സമയരംഗത്തും ഒരുപോലെ കുതിച്ചു വരാൻ തുടങ്ങി. ഉസ്താദിന്റെ ഖാദിസ്ഥാനം, ആദ്യത്തെ ഖാദിസ്ഥാനം 40 വയസ്സിലാണ് ഉസ്താദ് ചെമ്പരിക്ക ഏറ്റെടുക്കുന്നത്. അതെ, അത് കഴിഞ്ഞിട്ട് 39 വർഷങ്ങൾക്ക് ശേഷമാണ് മംഗലാപുരത്ത് ഖാദിസ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 100 മഹലിന്റെ ഖാദി ഉസ്താദാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ഉസ്താദിന്റെ രചനകൾ, കാരണം എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യനെ ഒന്നിരിക്കലും എന്താണ് മറ്റുള്ളവർക്ക് വായിക്കാൻ പാകത്തിന് ജീവിക്കാം എന്നൊന്നും ഓർക്കപ്പെടണമെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം നമ്മളെ കുറിച്ച് എഴുതുന്ന നമ്മളെന്താണ് നമുക്ക് വഫാത്തിന് നമ്മളെ കുറിച്ച് ഓർത്തിരിക്കാം. ഉസ്താദിന്റെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട രചനകളിൽ മറ്റൊന്നാണ് ഫത്ഹുൽ കൻസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അപ്പോ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ പ്രത്യേക ഒരു അനുഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ഉസ്താദിന്റെ ആത്മകഥ വായിക്കാൻ വേണ്ടിട്ട് ഉസ്താദിന്റെ ആത്മകഥ എടുത്തു. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം എന്താണ് ഞാൻ അവിടുത്തെ വേറൊരു പുസ്തകം എടുത്തു, മംഗലാപുരത്തെ കാദിമാരെന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകം ഞാൻ എടുത്തു, പക്ഷെ ഇതിന്റെ ഓദർ ആരാന്ന് നോക്കിയില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് പുസ്തകം എടുത്തിട്ട് എന്താണ് ക്ലാസ്സിൽ വന്നിരുന്ന് ഉസ്താദിന്റെ ആത്മകഥ വായിച്ചു തുടങ്ങി. ഉസ്താദിന്റെ രചനകൾ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഭാഗത്തുമ്പോൾ എന്താണ് ഞാൻ ഇതിൽ കണ്ടു മംഗലാപുരത്തെ കാദിമാർ. അപ്പോഴാണ് ഞാൻ ഈ പുസ്തകം എടുത്ത് നോക്കണത്. അങ്ങനെ അറിയണത് ഉസ്താദിന്റെ ബുക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഉസ്താദ് എഴുതാത്ത മേഖലകൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും എല്ലാ മേഖലയും ഉസ്താദ് ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, ഗണിതം, അതുപോലെ തന്നെ റിലീജിയൻ ആയിട്ട് ഇൻഷുറൻസ് എന്നുണ്ട് എല്ലാ മേഖലയും ഉസ്താദ് ലേഖനങ്ങളും കിതാബുകളും രചിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നിസ്കാര സംബന്ധമായിട്ടുള്ള ഉസ്താദിന്റെ കിതാബ്. അതിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ ഇപ്പോ ഗണിതമൊക്കെ വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടി ഒരു പുസ്തകമുണ്ട്, ലോകരിതം എന്നുള്ള ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് പറഞ്ഞാല് ഉസ്താദ് നിസ്കാര സമയത്ത് നമുക്ക് സമയം ക്രമീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ഒരു ലോകരിതം വെച്ചിട്ട് എത്രത്തോളം മനോഹര എളുപ്പത്തിൽ ഒരു മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം സിമ്പിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് ഉസ്താദ് കൃത്യമായിട്ട് ഒരു പുസ്തകം എഴുതിയാണ്. ആ പുസ്തകമായിരുന്നു പിന്നീട് അറിയപ്പെട്ടത്. സി.എം. ഉസ്താദ് രചിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, അത് ഗോളശാസ്ത്രത്തെ കുറിച്ചാണ്. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വെളിച്ചത്തിൽ ഒരു 2 പാർട്ടിൽ ഇറക്കിയിട്ടുണ്ട്. ചെറിയ കൃതിയാണ്. ഇൽമുൽ ഫലഖ് അലാ ഇൽമുൽ ഹദീസ് എന്നുള്ളൊരു ഗോളശാസ്ത്രമാണ് ഏറ്റവും നല്ല
ആ ഒരു ടൈപ്പിലാണ് ഉസ്താദ് ഈ കത്ത് രചിച്ചിട്ടുള്ളത്. ആ ത്യാഗിയുടെ ത്യാഗത്തിന് അനുഗുണമായിട്ട് എന്താണ്, പ്രതിഫലമായിട്ട് എന്താണെന്നോളം ആ സ്വർഗത്തിൽ എന്താണ് അവരുടെ ദർജ ഉയർത്തട്ടെ. നമുക്ക് എന്താണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.